ഹായ് ഡിയേഴ്സ്, നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു കോമ്പൗണ്ടിൽ 4 വീടാണ്. അതെ, കല്ലിങ്ങൽ അൻഷദ്, അതുപോലെ അൻസാർ, റിയാസ്, അതുപോലെ ജാഫർ. ഈ 4 സഹോദരന്മാരുടെ വീടാണ്. ഇതിൽ 2 വീട് ഇപ്പം 3 വീട് ഇപ്പോൾ കംപ്ലീറ്റ് ആയതാണ്. 3 വീടും അതിൻ്റെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് സിൽവാൻ ഗ്രൂപ്പാണ്. സിൽവാൻ്റെ ഇൻറ്റീരിയർ ഡിവിഷനാണ് ഇൻറ്റീരിയർ. അതുപോലെ ഫ്ലോർ ടൈൽസ് ഇറ്റാലിയൻ മാർബിളാണ്. അതുപോലെ അതിൻ്റെ ടൈൽസ് അസർവയുടെ ടൈൽസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. സിൽവാനിൽ നിന്ന് ടൈൽസും അതുപോലെ ജിഫക്സിൻ്റെ ലൈറ്റും ഉപയോഗിച്ച് സിൽവാനിൽ നിന്ന് ഇൻറ്റീരിയർ ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു ബംഗ്ലാവിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. 3 വീട് ഒരുമിച്ചാണ് ഇട്ടുള്ളത്. നമുക്ക് ഓരോ വീടായിട്ട് ഓരോ വീടിൻ്റെ റിവ്യൂ എടുക്കുക. അതിന് മുന്നായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് അതിൻ്റെ മുറ്റത്താണ്. കല്ലിങ്ങൽ തറവാടിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലേക്കും ഫ്രണ്ടായി കിടക്കുന്ന സഹോദരന്മാർ കിടക്കുന്ന ഒരു വീടാണ്. നല്ല രീതിയിൽ കോട്ടാ സ്റ്റോണൊക്കെ ഇട്ട് അതിൻ്റെ അടിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വിരിച്ചിട്ടുള്ള മുറ്റാണ്. കയറി വരുമ്പോൾ തന്നെ മെയിൻ റോഡിൽ തന്നെ വീടായതുകൊണ്ട് സ്ലൈഡിങ് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. എത്ര നമുക്ക് ഗേറ്റിൻ്റെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ സ്ലൈഡ് ചെയ്തിട്ടുള്ള ഒരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് നല്ല സ്ക്വയർ പൈപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റാണ് അതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല ഭംഗിയായിട്ട് ഇരുന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന കാർപോർച്ചിൽ തന്നെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. കാർപോർച്ചിൽ എന്ന് പറയാൻ പറ്റില്ല, ഇതങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഊഞ്ഞാലൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ക്ലാഡിംഗ് ഡേയിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു മുറ്റാണ് നമുക്ക് കാണുന്നത്. ഫ്രണ്ടിലൊക്കെ വിൻഡോയുടെ കൂടെ നല്ല ഭംഗിയായിട്ട് ക്ലാഡിംഗ് ഡേയിലൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. മുകളിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ അടിയിൽ പാനലിംഗ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കാർ പോർച്ച് ഇവിടെ ലെഫ്റ്റിൽ നല്ല ഭംഗിയായിട്ട് കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പില്ലറുകളൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ക്ലാഡിംഗ് ഡേയിൽ മനോഹരമായിട്ടുള്ള ക്ലാഡിംഗ് ഡേയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ പറയുക, അസർവയുടെ വുഡാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ വുഡൻ പാനൽ ചെയ്ത പോലെ ഉണ്ട്. നമുക്ക് എന്തായാലും ഈ സിറ്റൗട്ടിലേക്ക് ഒന്ന് കയറി നോക്കാം. നല്ല ഭംഗിയുള്ള ഒരു സിറ്റൗട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓപ്പൺ സിറ്റൗട്ട് കേട്ടോ. നമ്മുടെ കാർ പോർച്ചിലേക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്പൺ സിറ്റൗട്ടാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഷൂറാക്കും മറ്റതൊക്കെ ഹിഡനായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വൃത്തികേടാവാത്ത രീതിയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് എഡ്ജ് മോൾഡൊക്കെ ചെയ്ത് എഡ്ജ് ബാൻഡൊക്കെ ചെയ്ത് നല്ല കർവൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രസ് കമ്പനി ഫാക്ടറി പ്രസ് എന്ന് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെ ഷൂറാക്ക് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ചുമരിൽ അതുപോലെ വുഡൻ പാനലിംഗ് ആണ്. എല്ലാ അസർവയുടെ വുഡൻ സ്ട്രിപ്പാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വുഡൻ തേക്കിൽ ചെയ്ത വുഡൻ പാനലിംഗ് ആണെന്ന് തോന്നും. അസർവയുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കും. ഇത് തേക്കാണ്. ഈ വീടിൻ്റെ ഡോറ് തേക്കാണ്. തേക്കിനോട് കൂടെ കൊടുത്തിട്ടുള്ളത് അസർവയുടെ വുഡൻ സ്ട്രിപ്പാണ്. ആ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീടിൻ്റെ റിവ്യൂ അസർവ ടൈൽസിൻ്റെ റിവ്യൂ ആണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ റിവ്യൂ ആണ്. അതുപോലെ ജിഫക്സ് ലൈറ്റിൻ്റെ റിവ്യൂ ആണ്. അതേപോലെ തന്നെ സിൽവാനോ ഇൻറ്റീരിയറിൻ്റെ റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ചില ആളുകൾ ഹോം ടൂർ കാണുമ്പോൾ പറയും എന്താണ് കാണിക്കുന്നത്. വീട് കാണിക്കുന്നത് കൂടെ തന്നെ ആ പ്രൊഡക്റ്റിൻ്റെയും ആ പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെയും റിവ്യൂയും കൂടെയാണ്. വീട് എടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരമുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു. വിശാലമായിട്ടുള്ളൊരു പാലസിൻ്റെ അകത്തേക്ക് കിടന്നൊരു ലുക്കാട്ടോ. മനോഹരമായിട്ടുള്ളൊരു വീട്, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. കയറി വരുമ്പോൾ തന്നെ ഇറ്റാലിയൻ മാർബിളിൻ്റെ ആ ഭംഗിയോടെ കാണാൻ പറ്റും. ആ രാജകീയ ദൃശ്യം കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ ടെക്സ്ചർ കൊടുത്ത് ഒരു ക്ലോക്ക് കൊടുത്ത് ഭംഗിയായിട്ടുള്ള നേരെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ്സിലാണ് കേട്ടോ. ഇൻറ്റീരിയർ സാധാരണ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയർ സീലിംഗ് കൊടുത്തിട്ടുള്ളത് ആ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിൽ ഈ ഹാങ്ങിങ് ലൈറ്റ് ഇങ്ങനെ ഷൈനിങ് ചെയ്ത് നിൽക്കുന്ന ഒരു അടിപൊളി വ്യൂ കേട്ടോ. ഇവിടെ സിമ്പിളായിട്ട് കയറി വരുമ്പോൾ ഇരിക്കുന്നത് നേരെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയയാണ്. ഇതൊരു സ്പെഷ്യൽ ലിവിങ് ഏരിയയാണ്. നല്ല ഭംഗിയായിട്ട് പ്ലെയിൻ ഗ്ലാസ്സിൽ ക്ലോസ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ലിവിങ് ഏരിയയാണ്. ആരെങ്കിലും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അപ്പുറത്തേക്ക് കേൾക്കാത്ത രീതിയിൽ പ്രൈവറ്റായിട്ട് കൂട്ടുകാരെ കൂടെ സംസാരിക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡിഷ് കളറിൽ എന്തെങ്കിലും ഈ സ്ക്വയർ പൈപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അകത്തേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറേജ് അഥവാ ഒരു ഷോക്കേസിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എഡ്ജ് ബാൻഡ് ചെയ്താട്ടോ. ഫാക്ടറി പ്രസ് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത പറഞ്ഞാൽ എഡ്ജ് ബാൻഡ് ഭംഗിയായിരിക്കും, അതിൻ്റെ പ്രസ്സിങ് ഭംഗിയായിരിക്കും, അതിൻ്റെ മോൾഡും കർവിങ്ങും ഒക്കെ നല്ല മനോഹരമായിട്ട് കിട്ടുന്ന ഫാക്ടറിയിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത കാണണമെങ്കിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഗോൾഡിഷ് ആൻഡ് വുഡിലെ ബ്രൗൺ കളർ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഒരു പാനലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് റോയൽ ഫീൽ ചെയ്യണം. അതിൻ്റെ അടിയിൽ അത് സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ബ്രൗൺ കളർ. അതിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സോഫയാണ് കൊടുത്തിട്ടുള്ളത്. ഏത് ഗസ്റ്റ് വന്ന് ഇരിക്കാൻ പറ്റുന്ന സോഫ. അതിലേക്ക് മനോഹരമായിട്ടുള്ള ട്രോവൽ ഷേപ്പിലുള്ള ഒരു ടൈപ്പോയി കൊടുത്തിട്ടുണ്ട്. അത് ഗോൾഡിഷ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ
നമ്മളെ സ്ലാബ് ടൈല് മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ കച്ചറകളൊന്നും ആവില്ല. നമ്മൾ ചായ ഒക്കെ കൊടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ തുടച്ചെടുത്താൽ പോകുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ് എഡ്ജിൽ മൂലയിൽ കൊടുത്തിട്ടുള്ളത്. മാച്ച് ആവുന്ന ലൈറ്റ്, ഹാങ്ങിങ് ലൈറ്റ് നമ്മുടെ ജിഫെക്സിൻ്റെ ഏറ്റവും മനോഹരമായ രാജകീയമായ ഗോൾഡിഷ് കളറിലുള്ള ആൻറ്റിക് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ടർക്കിഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ 4 ഭാഗത്തും മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു ഭംഗി. ഏത് ഭാഗത്തേക്ക് നമുക്ക് ലൈറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ 4 ഭാഗത്തേക്കും മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി റൂമാണ്. ഏത് ഭാഗത്തേക്ക് നമുക്ക് ഫോക്കസിങ് ലൈറ്റ് കൊടുക്കാൻ പറ്റുന്ന മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ജിഫെക്സിൻ്റെ 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീലിംഗിൽ വളരെ സിമ്പിളായിട്ട് ഒരു ഇതിട്ടിട്ട് ചാനലിട്ടിട്ട് അതിൻ്റെ അടിയിൽ കോബ്ലൈറ്റ് കൊടുത്തത്, സിലിണ്ടർ കോബ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകാശം കിട്ടുന്ന ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കാണുന്ന നമ്മൾ ഈ ഓപ്പൺ ഏരിയയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ്. ഇവിടെ നമുക്ക് ഫാമിലി ലിവിങ് ആയിട്ട് ഇരിക്കുക. നമ്മളെ സ്റ്റെയറിനോട് ചേർന്നിട്ട് ഒരു ഫാമിലി ലേഡീസ് ലിവിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുടുംബക്കാരൊക്കെ വരികയാണെങ്കിൽ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന സ്റ്റെയർ മനോഹരമായി കൊടുത്തതുകൊണ്ട് തന്നെ ഇവിടെ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്റ്റഡി യൂണിറ്റും അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൻ്റെ മുന്നിലിട്ടുള്ള ടീപ്പോയൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ മുകളിൽ ടൈല് കട്ട് ചെയ്ത് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ടീപ്പോയാണ്. ഈ ടീപ്പൈനൊക്കെ പ്രത്യേകത പറഞ്ഞാൽ ഗോൾഡിഷ് കളറാണ്. അതിൻ്റെ മുകളിൽ ടൈലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചായയൊക്കെ വെച്ച് തുടച്ചാൽ വൃത്തികേടായി കിടക്കില്ല, നല്ല ഭംഗിയായി കിടക്കും. അതുപോലെ ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ മാക്സിമം എന്താ പറയുക ഈ ഏരിയ ഭംഗിയായി കിട്ടുന്നതിന് വേണ്ടി അടിയിൽ വുഡൻ സ്ട്രിപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ബാക്കിൽ അതുപോലെ തന്നെ പാനലിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ DB ബോക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത രീതിയിൽ തന്നെ പാനലിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില ഭംഗിക്ക് വേണ്ടി ഇൻറ്റീരിയർ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ്. മാത്രമല്ല ഇവിടുത്തെ ഡൈനിങ് ഹാളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത പറഞ്ഞാൽ സീലിംഗിലുള്ള ഗ്ലാസ് ടൈപ്പാണ്. ആ ഗ്ലാസ് ടൈപ്പിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതോട് ചേർത്ത് തന്നെ രാജകീയമായിട്ട് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീടിൻ്റെ ആംബിയൻസ് നിയന്ത്രിക്കുന്ന സാധനം കൂടെയാണ്. രാജകീയമായിട്ടുള്ള ഒരു വാഷ് ബേസിൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഗോൾഡിഷ് കളറിലുള്ള വാഷ് ബേസിൻ, അതുപോലെ അതിലേക്ക് ഒരു ടാപ്പ്, മിറർ നല്ല ഭംഗിയായിട്ട്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ മിററെ കാണുള്ളൂ, പക്ഷേ അതിന് റൗണ്ട് ഇത് കൊടുത്തിട്ട് അത് ഗോൾഡിഷ് കളറാക്കി കൊടുത്തിട്ടുണ്ട്. പൈപ്പ് അതുപോലെ സ്ക്വയർ പൈപ്പിൽ നല്ല ഭംഗിയുള്ള ആൻറ്റിക് കളറിലെ ഡിസൈൻ കൊടുത്ത് പാനലിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇറ്റാലിയൻ മാർബിൾ പോലത്തെ ടൈൽ പോലത്തെ മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പോട്ട്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് കൊടുത്തതോടുകൂടെ നാനോ വൈറ്റിൽ വിരിച്ച അതിമനോഹരമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയ കൊടുത്ത ഒരു വാഷ് ബേസിൻ ഏരിയയാണ് ഇവിടെ സിൽവാനോ ഇന്റീരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ടോർച്ച് സിലിണ്ടർ ലൈറ്റ് കൊടുത്തിട്ട് ജിഫെക്സ് അതിൻ്റെ സംഭാവന അറിയിച്ചപ്പോൾ അതിൻ്റെ ടേബിൾ ടോപ്പായിട്ട് സിൽവാൻ ടൈൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, നാനോ വൈറ്റും ടേപ്പും കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ പ്രയർ റൂം വരുന്നത് മനോഹരമായിട്ട് ഒസുടുക്കാനുള്ള സൗകര്യം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് മനോഹരമായിട്ടുള്ള നിസ്കാര റൂമാണ് ചെയ്തിട്ടുള്ളത്. ഒതുടുക്കുന്ന ഏരിയ വളരെ സിമ്പിളാക്കി ഉണ്ടാക്കിയാണ്. ഇവിടെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ടെക്സ്ചർ കൊടുത്ത് അതിന് മുകളിൽ CNC കട്ടിങ് കൊടുത്ത് അതിൻ്റെ ഇടയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തുള്ള പ്രയർ റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ടേബിൾ. ഇങ്ങോട്ട് പാർട്ടീഷൻ കൊടുത്ത് കണ്ടില്ല നിങ്ങൾ, എത്ര ഭംഗിയായിട്ടാണ് പാർട്ടീഷൻ കൊടുത്തിട്ട് അറിയോ? നല്ല ഭംഗിയായിട്ട് കൊടുത്ത് അതിനിടയിൽ എന്താ ഇവിടെയൊക്കെ പോട്ട്സുകൾ വെക്കാൻ പറ്റുന്ന പറ്റി ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തു. അതുപോലെ അതിന് CNC കട്ടിങ് എടുത്തിട്ട് മനോഹരമാക്കിയിട്ട് പോട്ട്സുകളൊക്കെ ഇങ്ങോട്ട് ഷോക്കേസും ഇങ്ങോട്ടും കിട്ടുന്ന രീതിയിൽ 2 സൈഡിലേക്കും കിട്ടുന്ന രീതിയിലാണ് ഒരു പാർട്ടീഷൻ സെറ്റ് ചെയ്തത്. നല്ല ഭംഗിയായിട്ടുള്ള പാർട്ടീഷൻ ആട്ടോ. അതിൻ്റെ അടിയിൽ CNC കട്ടിങ്ങിൽ ഹോളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല പ്രകാശം പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്പേസിൽ ടെക്സ്ചറിലൊക്കെ ചെയ്ത് നല്ല രസമുള്ള ഗോൾഡിഷ് കളർ കൊടുത്ത് അവിടെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പാത്രങ്ങളും വിലപിടിപ്പുള്ള പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സ്റ്റോറേജ് കൊടുത്തിട്ടുള്ളത്. ഈ വാൾ യൂണിറ്റ് മൊത്തത്തിൽ ഈ തലക്കിൻ്റെ ഇതുവരെ സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ വിൻഡോക്കൊക്കെ സാധാരണ നമുക്ക് ഒരു ചെറിയ പാനലിംഗ് മാത്രമേ ഉണ്ടാവും. അത് വിൻഡോ പാനലിംഗ് മാത്രമല്ല ചുമരും പാനലിംഗ് ചെയ്ത് അവിടെ ഗോൾഡിഷ് കളർ കൊടുത്തിട്ട് രാജകീയമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, തീന്മേശക്ക് അടുത്ത് തന്നെ ഗോൾഡിഷ് കളർ കൊടുത്തിട്ടുള്ള ഭംഗിയാക്കിയിട്ടുണ്ട്. അതോടുകൂടെ അതിലേക്ക് മാച്ച് ആകുന്ന ആ 8 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ടേബിളും അതിന് ഗ്ലാസ് ഇട്ടിട്ടുള്ള ഭംഗിയാക്കി. അതിൻ്റെ മുകളിൽ അതിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റാണ് കൊടുത്തത്, ഹാങ്ങിങ് ലൈറ്റ്. അത് മുകളിൽ ആ ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടി തന്നെ വിനീറിൽ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് സിലിണ്ടർ കോബുലൈറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഡൈനിങ് ഹാളാണ്. ഇതിനോട് മാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ കിച്ചൺ കിടക്കുന്നത് കേട്ടോ. ഇന്നത്തെ കാലത്ത് കിച്ചണൊക്കെ ഒരു വെറൈറ്റിയാണ് അല്ലേ. ഇന്ന് ഈ കിച്ചൺ കണ്ടാൽ നിങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു കിച്ചൺ ചെയ്യാൻ കൊതിച്ചു പോകുന്ന കിച്ചണാണ്. ആ ഡൈനിങ് ഹാളിനോട് ഓപ്പൺ ആയി കൊടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് അല്ലാത്ത രീതിയിൽ കുടുംബക്കാരോട് തമാശകളൊക്കെ പറഞ്ഞ് അവർക്ക് ഫുഡുകളൊക്കെ കൊടുത്ത് സംസാരിച്ചു, ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കാൻ പറ്റുന്ന ബാർ കൗണ്ടറൊക്കെ വെച്ചു. അതിലേക്ക് നല്ല ലൈറ്റുകൾ കൊടുത്തു, അതിന് നല്ല രീതിയിലുള്ള ഒരു കവാടം കൊടുത്തു, അതിൻ്റെ അടിയിൽ CNC കട്ടിങ് വുഡിന് കൊടുത്തു.
സ്റ്റോറേജ് ഏരിയകൾ കൊടുത്തു. നല്ല വിലപിടിപ്പുള്ള ഇങ്ങനത്തെ ഗോൾഡിഷ് കളറിലുള്ള ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഗോൾഡ് സ്റ്റാൻഡുകൾ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പാണ് ബാർ ടേബിൾ കൊടുത്തിട്ടുള്ളത്. അത് നേരെ കിച്ചണിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെയും നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോറേജ് ഏരിയയാണ്. ഇതിൻ്റെ ഡിസൈൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ആ വൈറ്റും വുഡും തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു ഫാക്ടറിയിൽ ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ കോർണറിലെ എഡ്ജ് ബാൻഡും അതുപോലെ ഈ പ്രസ്സിങ്ങും ആ വർക്കിലുള്ള പെർഫെക്ഷനാണ്. ഇതിൽ 80% വർക്കും ഫാക്ടറിയിൽ ചെയ്തിട്ട് വീട്ടിൽ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താണ്. സിൽവാന ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈനിൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു ഓക്കെ ആയി കഴിഞ്ഞാൽ അത് ഫാക്ടറിയിൽ നിർമ്മിച്ച് പിന്നെ നിങ്ങളെ വീട്ടിലോട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ പെർഫെക്ഷൻസ് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഡേറ്റുകൾ ചിലപ്പം നമുക്ക് നിങ്ങളെ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല വർക്ക് ഫാക്ടറി വർക്കുകളാണ്. നിങ്ങൾ സിൽവാനുമായിട്ട് ബന്ധപ്പെട്ട ഇതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് അതുപോലെ ചുമരിൽ പ്ലെയിൻ വൈറ്റ് അസർവ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോഫി കളറിൽ കൊടുത്ത് ഇതിൻ്റെ അടിയിൽ റെഫ്രിജറേറ്ററും ഇൻക്ലൂഡ് ആയിട്ട് ഇൻബിൽട്ട് ആയിട്ട് ഓവന്, അതുപോലെ തന്നെ ഫാബറിൻ്റെ മൈക്രോ ഓവനും അതുപോലെ ഗ്രില്ലിൻ്റെതുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് ഫാബറിൻ്റെ ചിമ്മിണി ഹോബ് കൊടുത്തിട്ടുള്ളത്. എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആട്ടോ. മനോഹരമായിട്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന രീതിയിലുള്ള സിങ്കും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിച്ച് നീട്ടി കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള സിങ്കും അതിലേക്കുള്ള വേസ്റ്റ് ബോക്സും അതുപോലെ ഗ്ലാസ് കഴുകുന്ന സാധനങ്ങളും അതിൻ്റെ മുകളിൽ നാനോ വൈറ്റ് ഇട്ട് ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഡിഷ് വാഷറും സെറ്റ് ചെയ്തിട്ടുള്ളത്. പാത്രങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് മോറുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഷ് വാഷർ ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു വൈറ്റ് ആൻഡ് ഈ കളറിലുള്ള ഒരു കോമ്പിനേഷനാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പ്രൊഫൈൽ ലൈറ്റുകളും ആ സീലിംഗിലുള്ള സ്പോട്ട് ലൈറ്റും കൊടുക്കുന്നതോട് കൂടെ ഒരു റോയൽ ലുക്കുള്ള ഒരു കിച്ചണാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഡൈനിങ് ഹാൾ കൊടുത്തിട്ടുള്ള അതേ എന്താ പറയുക ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറിലും വിരിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ വർക്ക് ഏരിയ. ഇതിനോട് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ ഫ്ലോറിൽ വെച്ചുള്ള ഗ്രാനൈറ്റ് ആണ്. മറ്റൊരു ഇറ്റാലിയൻ മാർബിൾ ഇതിൽ ഡാർക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. അതിന് നല്ല ഭംഗിയായിട്ടുള്ള ഗ്രേ ഷെയ്ഡിലുള്ള കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് അസർവയുടെ ഫുൾ ബോഡി. അതുപോലെ തന്നെ ഇവിടെ ചിമ്മിണി ഹോബ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ ഒക്കെ നല്ല ഭംഗിയായിട്ട് വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ചുമരിൽ അസർവയുടെ വൈറ്റ് ടൈൽ കൊടുത്തു, പാനൽ ലൈറ്റിങ് കൊടുത്തു. കോർണറിലൊക്കെ ഇങ്ങനെ നമ്മൾ ടൈലുകൾ 2 മൂല വരുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കോർണറിൽ നല്ല രീതിയിൽ സ്റ്റീൽ ബീഡിയും കൊടുത്തു. അസർവയുടെ ടൈലുകൾ 2 പീസാക്കിയിട്ട് അതിൻ്റെ അടിയിൽ എപ്പോക്സ് ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ട് ഇവിടെ ഡബിൾ ഡെപ്തുള്ള നല്ല സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഡെപ്തുള്ള സിങ്ക് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ടൈലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പും അതിലേക്കുള്ള ടാപ്പുകളൊക്കെ സെറ്റ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി സിങ്കാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത്. അതിനോട് കൂടെ നല്ലൊരു ഏരിയ തന്നെ സ്റ്റോറേജ് ഏരിയ ആയിട്ടും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറുള്ള മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും. നമ്മളുണ്ട് ഇവിടെ ഒരു നല്ല ഒരു സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ ഡിസ്കഷൻ ടേബിൾ ഒക്കെ വെച്ച് വർക്കിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അതിന് സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് മാച്ച് ആകുന്ന രീതിയിൽ 2 ഹാങ്ങിങ് ലൈറ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഭംഗിയായിട്ട് ഫ്രെയിം വർക്കൊക്കെ ചെയ്ത് ടെക്സ്ചർ കൊടുത്തു. അതിൻ്റെ അടിയിൽ കുറച്ച് ഇൻറ്റീരിയർ എലമെൻറ്റ്സ് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ബെഡ്റൂം ആട്ടോ. വളരെ മനോഹരമായിട്ട് നോർമലായിട്ട് ഡിസൈനായിട്ട് ചെയ്തിട്ടുള്ള വൈറ്റ് ആൻഡ് വുഡൻ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഹെഡ്റസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫ്രെയിമൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ബാക്കിൽ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത ഫ്ലോറിൽ ഇറ്റാലിയൻ മാർബിളാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ട് അത് നല്ലൊരു ഡിസൈൻ ആയിട്ടാണ് മേക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനിൽ കട്ട് ചെയ്ത് മനോഹരമായിട്ടുള്ള ഡിസൈൻ, ഒരു ഡയമണ്ട് ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് വൈറ്റ് കളർ കോമ്പിനേഷൻ, നല്ല മനോഹര ഭംഗിയുള്ള ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാനലിലും കൊടുത്തിട്ട് ഹാഫ് മൂൺ ഗ്ലാസും കൊടുത്ത് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് കൂടെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അസർവയുടെ ഫുൾ ബോഡിയാണ് ബാത്റൂമിൽ വെച്ചിട്ടുള്ളത്. കോഫി ആൻഡ് ഗ്രേ കളർ തമ്മിലുള്ള കോമ്പിനേഷനാണ്. ആഷ് കളർ ഗ്രേ എന്ന് പറയാം. ആഷ് കളർ ആൻഡ് ഗ്രേ ഫുൾ ബോഡി കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ ബോഡി തന്നെയാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. വാൾമൗണ്ടോട് ക്ലോസറ്റും കൺസീൽ ടാങ്കൊക്കെ വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലെ
വളരെ സിമ്പിളായിട്ട് അഡ്രസ് കൊടുത്ത് അതിൻ്റെ മേക്കെ കുഷനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള വുഡൻ ഡിസൈനിലുള്ള ഒരു എന്താ കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഗ്രേ കളറിൽ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തിൽ തൂങ്ങി കിടക്കുന്ന ഹാങ്ങിങ് ലൈറ്റുകളും ചുമലിൽ കൊടുക്കുന്ന ആൻറ്റിക് ലൈറ്റുമാണ് ഈ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത. ജിഫെക്സിന് മനോഹരമായിട്ടുള്ള ലൈറ്റ് തൂങ്ങി കിടക്കുന്നുണ്ട്. സീലിംഗിൽ വളരെ സിമ്പിളായിട്ട് എന്താ പറയുക കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ട് ഇവിടെ അതുപോലെ സ്റ്റോറേജ് ഏരിയ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ടിങ്ങിലാണ് കൊടുത്തത് കേട്ടോ. സാധാരണ നമ്മുടെ കൊടുക്കുന്ന ഒരു ലോക്കൽ സംഭവമല്ല കൊടുത്തുള്ളത്. വെറൈറ്റി ആയിട്ടുള്ള മോൾഡ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കൊടുത്തുള്ളത്. അതിൻ്റെ അടിയിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് ഈ ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തുള്ളത്. നല്ല ഭംഗിയായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ ക്രോസ് കട്ടിങ്ങിൽ ഡിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഇത് കൊടുത്തുള്ളത്, ഡിസൈൻ കൊടുത്തുള്ളത്. ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂം ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് മൊറോക്കോ സീരീസിലാണ് ചെയ്തിട്ടുള്ളത്. ഷവർ മിക്സർ, ഷവർ പാനൽ മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ബോഡി ജെറ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബോഡി ജെറ്റ്, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരു കൺസീൽഡ് ടാങ്കും വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഫുൾ ബോഡി ടൈല് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതിനോട് കൂടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സ്റ്റെയറാണ് മറ്റൊരു പ്രത്യേകത. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവാണ്. അതുപോലെ തന്നെ അതിന് കൊടുത്തിട്ടുള്ള ഇതുണ്ടല്ലോ, നമ്മളെ ഗാർഡറയിൽ കൊടുത്തിട്ടുള്ളത് CNC കട്ടിങ്ങിൽ അതുപോലെ ഇത് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഫ്രെയിം വുഡാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മളെ റൈസർ ഇറ്റാലിയൻ ഡൈനിങ് ഹാളിൽ ഇട്ട് ഇറ്റാലിയൻ മാർബിൾ തന്നെ റൈസറായി കൊടുത്തിട്ടുള്ളത്. അത് ചവിട്ടുന്ന ഭാഗത്ത് വുഡാണ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് ഇറ്റാലിയൻ മാർബിൾ ആൻഡ് സ്റ്റീൽ കോമ്പിനേഷൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റോസ് കളർ റോസ് വുഡ് ഡിസൈനുള്ള ഒരു സ്റ്റെപ്പാണ്. ഇതിങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ലാൻഡിങ് ഇല്ല എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത. ഇതിങ്ങനെ കർവ് ചെയ്ത് മുകളിലേക്ക് കയറാണ്. നല്ല ഭംഗിയായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. സിൽവാനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ജിഫക്സിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാണുന്ന ലൈറ്റുകൾ ഇങ്ങനെ കണ്ടിങ്ങനെ കയറി വരുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഗ്ലാസും അത് ഞാൻ എവിടെയും കാണാത്ത രീതിയിലുള്ള ഡിസൈനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ആൻഡ് എന്ന് പറഞ്ഞാൽ വുഡൻ ഡിസൈനിലാണ് ഇതിൻ്റെ സീലിംഗിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇൻറ്റീരിയറിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ വിൻഡോക്ക് ഒരു കർട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ കർട്ടൻ പൊക്കി കഴിഞ്ഞാൽ പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്രെയിം, എവിടെയും കാണാത്ത രീതിയിൽ ലാൻഡിങ്ങിൽ ഒരു ഫ്രെയിം കൊടുത്ത് അതിൽ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തു. സിൽവാനോയുടെ ഒരു കരവിരുതാണ് കാണുന്നത് ഇൻറ്റീരിയറിൻ്റെ. ആ ചുമര് തന്നെ ഭംഗിയായിട്ട് ഒരു വലിയ മിറർ, ഒരു വിൻഡോ ടെലിവിഷൻ പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അതുപോലെ ചുമരിൽ കൊടുത്തുള്ള ആൻറ്റിക് ലൈറ്റ്, ജിഫക്സിൻ്റെ ആൻറ്റിക് ലൈറ്റും ഈ വീടിനെ നല്ല ഇതിനെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് സഹായിച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ ഇന്ത്യൻ മാർബിളാണ്. മനോഹരമായിട്ടുള്ള വൈറ്റ് ഡിസൈനിലുള്ള ഇന്ത്യൻ മാർബിളാണ്. അടിയിൽ ഇറ്റാലിയൻ മാർബിൾ, മുകളിൽ ഇന്ത്യൻ മാർബിൾ വൈറ്റിലെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പ്ലെയിൻ ഏരിയയാണ്. ഇവിടെ നല്ല ജിഫക്സിൻ്റെ ഭംഗിയായിട്ടുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. ഫാമിലി ഇരുന്ന് സംസാരിച്ച് തമാശകളൊക്കെ പറഞ്ഞിരുന്ന് ആടി കളിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഊഞ്ഞാൽ ലൈറ്റുകളാണ്. മുകളിലെ സീലിംഗിൽ അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള മാംഗോയിസ്റ്റ് ഉണ്ടല്ലോ, മാംഗോയിസ്റ്റിൻ്റെ കവറാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വൈറ്റ് കളർ പോലത്തെ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രൊഫൈൽ ലൈറ്റുകൾ ആ കൊടുത്തുകൊണ്ട് തന്നെ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഇന്റീരിയർ ഡിസൈനിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു VIP ടെലിവിഷൻ യൂണിറ്റ്, TV യൂണിറ്റ് അല്ലെങ്കിൽ ലിവിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മജ്ലിസ് ടൈപ്പ് കണ്ടോ, നമ്മൾ അറബികളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ മജ്ലിസ് ടൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഭംഗിയായിട്ട് ഇരുന്ന് ഹുക്കൊക്കെ വലിച്ചിട്ട്, ഹുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് വലിച്ചിട്ട് തമാശകളൊക്കെ പറഞ്ഞ് കുട്ടികളെ കൂടെ കുടുംബത്തിനോട് കൂടെ എന്താ പറയുക ഹാപ്പി ക്വാളിറ്റി ടൈം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മൂവ്മെൻറ്റിന് പറ്റിയ ഒരു ഏരിയയാണ്. ഒന്ന് ഡബിൾ ഹൈറ്റിൽ ഉണ്ടാക്കിയിട്ട് വുഡൻ ഫ്ലോറിങ് കൊടുത്തിട്ട് ഇതുപോലെ മജ്ലിസ് സോഫ കൊടുത്ത് ബാക്കിൽ ടെക്സ്ചറിങ് കൊടുത്ത് ഗോൾഡിഷ് കളർ കൊടുത്തിട്ട് ആൻറ്റിക് എലമെൻറ്റ് കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള രാജകീയമായിട്ട് പണ്ട് റമദാൻ്റെ വരവേൽക്കാൻ വേണ്ടി ഈജിപ്തിലെ സുൽത്താൻ ഉണ്ടാക്കിയ ഡിസൈൻ ഉണ്ടല്ലോ, ആ ഡിസൈൻ ഹാങ്ങിങ് ലൈറ്റിൽ കേട്ടോ അതിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ട് ആ ഡിസൈനുള്ള ലൈറ്റ് കൊടുത്തു. TV യൂണിറ്റ് ഒരു രക്ഷയില്ലാത്ത TV യൂണിറ്റാണ്. ഗോൾഡിഷ് കളറിൽ കൊടുത്തിട്ടുള്ള വൈറ്റ് ആൻഡ് ഗോൾഡിഷ് കളറിൽ
വലിയൊരു ടെലിവിഷനാണ് കൊടുത്തിട്ടുള്ളത്. 75 ഇഞ്ചിൽ വലിയൊരു ടി വിയാണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ട് വേൾഡ് കപ്പ് ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന, ഗ്രൗണ്ടിൽ നിന്ന് കാണുന്ന ഫീൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റോറേജ് ഏരിയകൾ, അതിമനോഹരമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയയും അതിനോട് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാൻഡിങ്ങിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു രാജകീയമായിട്ട് എനിക്ക് മുകളിൽ ഫ്ലോറിൽ ഇഷ്ടപ്പെട്ടുള്ളത് ഏറ്റവും ടൈം ചിലവഴിക്കാൻ പറ്റുന്ന, ക്വാളിറ്റി ടൈം ചിലവഴിക്കാൻ പറ്റുന്ന, ഹാപ്പി ഫാമിലി ലൈഫ് ചിലവഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കുട്ടികളായിട്ട് അവിടെ ഇങ്ങനെ കളിക്കുമ്പോൾ തന്നെ ആ മറ്റേ ഊഞ്ഞാലിരുന്നിട്ട് ഭാര്യയും കുട്ടികളും ഭർത്താവും ഒക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി യൂണിറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റഡി യൂണിറ്റിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പാർട്ടീഷൻ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ്, ഞാൻ ഇവിടെ കാണാത്ത രീതിയിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വുഡിൽ ഒരു ഇരുമ്പിൻ്റെ ഇത് ഇങ്ങനെ കൊടുത്ത പോലെ, അതിൻ്റെ അടിയിൽ CNC കട്ടിങ് കൊടുത്ത പോലെ രീതിയിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടീഷൻ. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ എപ്പോഴും പറയും കാപ്പണി മുക്കാ ചൊറുക്കുന്നത്, ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എഫക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ മജ്ലിസ്, അറബിക് ടൈപ്പ് മജ്ലിസ് എല്ലായിടത്തും ഉണ്ടാവും നമുക്ക് ലിവിങ് ഏരിയ, പക്ഷേ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറുന്നതോടുകൂടെ വീടിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും. ഇപ്പോൾ ഇവിടെ കൊടുത്ത ലൈറ്റ് കണ്ടില്ലേ, ആ ലൈറ്റ് ഇങ്ങനെ മനോഹരമായിട്ടുള്ള ആൻറ്റിക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ദിവാൻ കോട്ടും കൊടുത്തിട്ടുണ്ട്. മക്കൾ പഠിക്കുമ്പോൾ അവർക്ക് രാത്രി കമ്പനിക്ക് ഇരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അഥവാ ഇരിക്കുകയാണെങ്കിൽ ഉറങ്ങാനൊക്കെ പറ്റുന്ന രീതിയിൽ ദിവാൻ കോട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തു, അതിലേക്ക് മാച്ച് ആകുന്ന കളറിൽ പെയിൻറ്റും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഹാളിലാണ് എത്തിയിട്ടുള്ളത്. മുകളിലുള്ള ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ആ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ കണ്ടൊരു രസമുള്ള സാധനം, ഈ പില്ലറിനെ എത്ര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുന്നതോട് കൂടെ നല്ല ഭംഗിയായിട്ട് വൈറ്റ് മൈക്ക് കൊടുത്തിട്ട് അതിലൊരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തപ്പോൾ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ ടിപ്സാണിത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുള്ള ഈ പോട്ട്സ് വെക്കാൻ വെച്ചിട്ടുള്ള കണ്ട ഈ സാധനം, ഇതൊക്കെ ഒരു ഭംഗി കിട്ടും. അതുപോലെ ഇവിടെ ടീപ്പോയി കണ്ടില്ലേ, സ്ക്വയർ പൈപ്പിൽ ആൻറ്റി കളർ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇറ്റാലിയൻ മാർബിൾ പോലത്തെ ടൈലിൻ്റെ ഡിസൈനിൽ മൈക്ക് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ത്യൻ മാർബിൾ ഭംഗിയായിട്ട് വിരിച്ചിട്ടുള്ള റൂമാണ്. അതുപോലെ തന്നെ ബെഡ്, അതിലേക്ക് മാച്ച് ആകുന്ന ബെഡ് കണ്ടോ, അതിൻ്റെ അഡ്രസ്സിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വുഡിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ പ്ലെയിൻ കൊടുത്തു, ഒന്നിലും ഡിസൈൻ കൊടുത്തു, അതിൽ കട്ടിങ് കൊടുത്തു. നല്ല ഫ്രെയിം വർക്ക് ചെയ്ത് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു മരത്തിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ള വീട്. അതുപോലെ അഡ്രസ്സിലൊക്കെ കുഷ്യൻ കൊടുത്തു. അതുപോലെ സീലിങ്ങിനൊക്കെ നല്ല ഭംഗിയായിട്ട് ഹോളുകൾ കൊടുത്തു. നല്ല സ്ക്വയറിൽ 4 സ്ക്വയർ കൊടുത്തു. ആ 4 സ്ക്വയറിൽ നിന്ന് ലൈറ്റ് തൂക്കിയിട്ടു നല്ല ഭംഗിയായിട്ട് സീലിംഗ് കൊടുത്തു. ഒരു ചുമര് ഫുള്ള് മഡിൽ ചെയ്ത പോലെ ടെക്സ്ചർ ചെയ്തു. ആ കോർണറിൽ വരെ സ്റ്റോറേജ് ഏരിയ കൊടുത്തു, അഡ്രസ്സിൽ വരെ സ്റ്റോറേജ് ഏരിയ കൊടുത്തു. അതിമനോഹരമായിട്ടുള്ള ഒരു വർക്കിംഗ് സ്പേസും കൊടുത്ത് അവിടേക്കൊക്കെ ചെയ്ത ഡിസൈനുകളൊക്കെ ഞാൻ പറയില്ല, ഈ ഫാക്ടറി പ്രസൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേകത, അതിൻ്റെ പെർഫെക്ഷനൊക്കെ നമുക്ക് ഈ ഡിസൈനിൽ കാണാൻ സാധിക്കും. സിൽവാനയുടെ കയ്യൊപ്പ് നടന്ന മറ്റൊരു ഡ്രസ്സിങ് യൂണിറ്റിലേക്കാണ് ഞാൻ എത്തുന്നത്. വുഡ് തന്നെ വേറെ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള, ഒരേ കോമ്പിനേഷൻ ആണെങ്കിൽ വേറെ രീതിയിലാണ് ഓരോന്നും ഡിസൈൻ ചെയ്തിട്ടുള്ള ഓരോ റൂമും. അതുപോലെ ഇവിടെ ഒരു ഫുൾ ലെങ്ത്തിൽ മിററും കൊടുത്തു, അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയയും കൊടുത്തു. ബാത്റൂം അറ്റാച്ച്ഡ് ആയി ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള മാറ്റിൽ ഗ്രേ ആഷ് കളർ മാറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിലും അതിൻ്റെ മാറ്റ് കൊടുത്തിട്ടുണ്ട്. കെറോബിറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു വാഷ് ബേസിനും ഒരു കൺസീൽഡ് ക്ലോസറ്റും, അമേരിക്കൻ ബ്രാൻഡ് ഒരു കോളറിൻ്റെ കൺസീൽഡ് ക്ലോസറ്റും ടാങ്കും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിൽഡ്രൻസ് റൂമാണ് കൊടുത്തിട്ടുള്ളത്. കിഡ്സ് റൂം കൊടുക്കും പലയിടത്തും പല മോഡലാണ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള 2 ബെഡ് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ടെക്സ്ചർ കൊടുത്തു, ആൻറ്റിക് എലമെൻറ്റ് കൊടുത്തു, ടോർച്ച് ലൈറ്റ്, സിലിണ്ടർ ലൈറ്റ് കൊടുത്തു, വാളിൽ ആൻറ്റിക് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഇവിടെയും ഒരു സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലുമൊക്കെ വെക്കാൻ തോന്നും നമുക്ക്. അതുപോലെ ഇതിൻ്റെ സെൽഫൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ കേട്ടോ. ഇതുപോലത്തെ ആ ഒരു എലമെൻറ്റ്സ് തന്നെയാണ് ചുമരിലും ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ചുമരിലെ ടെക്സ്ചറിൻ്റെ അതേ എലമെൻറ്റ്സിലുള്ള ബ്ലൂ കളർ ആൻഡ് വൈറ്റ്, അതിൽ ഗ്ലാസും കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്റ്റോറേജ് ഏരിയയാണ്. ഇവിടെയൊക്കെ സ്പോർട്സുകളും അവരുടെ എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് കിട്ടുന്ന അവരുടെ മൊമെൻറ്റുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഷോക്കേസിങ് ഏരിയകളും കൊടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ ബാത്റൂം അറ്റാച്ച്ഡാണ്. ഒരു രക്ഷയില്ലാത്ത അസർവയുടെ ഒണിക്സ് വൈറ്റ് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. അതിൻ്റെ ഫ്ലോറിൽ അസർവയുടെ തന്നെ ഫുൾ ബോഡി വിരിച്ചിട്ടുണ്ട്. മുകളിൽ ഗ്ലോസി ടൈലാണ്, ഫ്ലോറിൽ മാറ്റ് ടൈലാണ്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് വാഷ് ബേസിന് വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബാത്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള മറ്റൊരു ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് അതിലേക്ക് മാച്ച് ആകുന്ന കർട്ടൻസ് ആണ് ഈ വീടിൻ്റെ. എനിക്കൊണ്ട് ഇതിലെ കർട്ടൻ്റെ കളറിൻ്റെ കോമ്പിനേഷനാണ് ഈ റൂമിന് എത്ര അട്രാക്ഷൻ എടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മിലിറ്ററി പച്ച ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്, ഒലീവ് ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ചെയ്ത ടെക്സ്ചർ, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിമായിട്ട് കൊടുത്ത് ബാക്കിൽ ആ ലെങ്ത്തിൽ ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ള പാനലിങ്, നല്ല രീതിയിൽ പാനലിങ് കൊടുത്തിട്ട് സിലിണ്ടർ കോബ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടർക്കിഷ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ.
ഹാങ്ങിങ്ങിൽ ടർക്കിഷ് ലൈറ്റിന് ഒരു പ്രത്യേകത കത്തി കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കാണുക. നല്ല ഭംഗിയുള്ള ടർക്കിഷ് ലൈറ്റ് ജിഫക്സിന് കൊടുത്തിട്ടുണ്ട്, വാളിലും കൊടുത്തിട്ടുണ്ട്, ഹാങ്ങിങ്ങിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാൻഡിക് എലമെൻറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഇതിൻ്റെ സീലിംഗ് ഒരു കൊളാഷ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഒരിക്കലും കറക്റ്റ് അല്ല, കണ്ട ഒരു കൊളാഷ് രീതി കൊടുത്തുള്ള ഒരു ആർക്കിടെക്ചർ ഡിസൈനിൽ കൊടുത്ത ഒരു സീലിംഗാണ് കൊടുത്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിൻ്റെ ഇവിടെയും ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ സ്റ്റഡി യൂണിറ്റ് അല്ലെങ്കിൽ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള വാർഡ്രോബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിലിങ്ങും അതിൻ്റെ ഡിസൈനിങ് ഒക്കെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ന്യൂ ജനറേഷൻ ഡിസൈനിലുള്ള ഡിസൈനിങ്ങളാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിന് വേണ്ടിയിട്ട് സിൽവാന ടീം ചെയ്തിട്ടുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡാണ്. ആഷ് കളർ അസർവയുടെ പ്ലെയിൻ ആഷ് കളറും അതുപോലെ തന്നെ ഒലീവ് ഗ്രീനും തമ്മിലുള്ള കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നല്ല ഭംഗിയായിട്ടുള്ള ഷവർ പാനൽ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ബോഡി ജെറ്റും ഉണ്ട്. അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റ്, കൺസീൽ ടാങ്ക്, വാഷ് ബേസിൻ, മിറർ, ഫ്ലോറിൽ മാറ്റ് ആയിട്ടുള്ള അസർവ ടൈലും വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബാത്റൂം ഉണ്ട്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓപ്പൺ ടെറസിൽ പോയിരിക്കുക വേണമെങ്കിൽ ഇവിടെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ്. എയർ കൊണ്ട്, വെളിച്ചം കൊണ്ട്, കാറ്റ് കൊണ്ട്. എന്നാൽ പുറത്തേക്ക് നമുക്ക് കാണാം, നമ്മളകത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ജാളിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഫ്രണ്ടിലൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ബിൽഡിങ്ങും കോട്ടേഴ്സുകളൊക്കെ ആയതുകൊണ്ട് ഒരിക്കലും ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കാഴ്ച കിട്ടാത്ത രീതിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള ജാളി ഡിസൈനാണ്. അങ്ങോട്ട് കാണാം, അവിടുന്ന് പ്രകാശം കിട്ടും, ലൈറ്റും കളിച്ചൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ സേഫായിട്ട് ഫാമിലിക്ക് ഇരുന്ന് സംസാരിച്ച് തമാശ പറഞ്ഞിരിക്കാൻ പറ്റുന്ന പ്ലെയിൻ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ബാൽക്കണിയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ പുറത്തെ എക്സ്റ്റീരിയറിൽ കാണുന്ന ആ ജാളിയുടെ ലുക്കാണ് ഇവിടെ. നല്ല കാറ്റും വെളിച്ചവും കിട്ടും, എന്നാൽ നമുക്കിവിടെ സേഫായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന, ഫാമിലി സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ കണ്ട ഈ പാലസ് വീട് പോലെ ഉണ്ടാക്കിയ നമ്മളെ അർഷദ്. നമ്മളെ ഫ്രണ്ടാണ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ്, നാട്ടിൽ ബിസിനസ്സാണ്, നാട്ടിലുള്ള നമ്മളെ പുത്രത്താണിയുള്ള നമ്മളെ കുട്ടനെ. എന്തൊക്കെയാണ് വിശേഷം? നല്ല സുഖം. എന്തായാലും അവൻ്റെ ഒരു സ്വപ്നം വീട് എന്ന് വന്നപ്പോൾ അത് സിൽവാന പൂർണ്ണമായി ഏൽപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയർ സിൽവാനാണ് ചെയ്തത്, ഇവിടുത്തെ മാർബിളിൻ്റെ വർക്ക് സിൽവാൻ മാർബിളാണ് ചെയ്തത്, ടൈൽസ് സിൽവാൻ ടൈൽസാണ് ചെയ്തത്, ലൈറ്റ് സിൽവാൻ ലൈറ്റാണ് ചെയ്തത്. കൂടുതലായിട്ട് ഫുള്ളായിട്ട് നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച നമ്മളൊരു സുഹൃത്തും കൂടെയാണ്. എന്തായാലും മനോഹരമായിട്ടുള്ള ഈ വീട്, ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പോലും ഈ വീട്ടിൽ വന്നിട്ടില്ല കേട്ടോ, ഇന്നാണ് ഫസ്റ്റ് വരുന്നത്. എന്നെ സംബന്ധിച്ച് വാവുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കണ്ടിട്ടുള്ളത് എൻ്റെ സ്റ്റാഫുകൾക്കൊക്കെ ചിലപ്പോൾ അത്ര ലുക്ക് തോന്നിയില്ലെങ്കിലും ഞാനത് ഫൈനൽ വേർഷനിലാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അഭിപ്രായമാണ്. എങ്ങനെയാണ് സാർ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ എങ്ങനെയാണ്? നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചിരുന്ന സിൽവാൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ദുബായിൽ പോകുന്നുണ്ടോ? ദുബായിൽ പോകുന്നുണ്ട്. ദുബായിലുണ്ടാകുമ്പോൾ ഉണ്ട്, നാട്ടിലും പരിപാടിയില്ലേ? ഉണ്ട്. ഫിഡ്ബാക്ക് ബേക്കറി വരുന്നതാണ് പുത്രതാണിയുള്ള. നമ്മളെ കൂടെ ഗൾഫിൽ ബിസിനസ് ഉണ്ട്, നമ്മളെ കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ മാത്രമല്ല, ഞാൻ അന്ന് നിങ്ങളെ ഉദ്ഘാടനം അർമേനിയയിലായിരുന്നു. നിങ്ങൾ എന്തായാലും വരാൻ ആഗ്രഹിച്ചത്. എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് ഒരു വീട് എടുക്കുന്ന ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറയണ്ട? വീട് എടുക്കുന്ന ആളോട് പറയാനുള്ളത്, ആദ്യം നമ്മൾ നല്ലൊരു പ്ലാൻ റെഡിയാക്കണം. ആ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ കണ്ടെത്തണം. അപ്പോൾ ഞാൻ കണ്ടെത്തിയത് സിൽവാനയാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീടിൻ്റെ എല്ലാ വർക്കും ഞാൻ സിൽവാനെ ഏൽപ്പിക്കുന്നത് ഒരു വിശ്വാസം കൊണ്ടാണ്. അതൊരു ഭംഗിയായി ചെയ്തത്. ഭാര്യയുടെ പേരെന്താ? മുസ്കിന. മക്കൾ എത്ര? 2 ആൾ പഠിക്കും. ഒരാൾ 3-ൽ, ഒരാൾ അംഗനവാടി പോണ കുട്ടിയാണല്ലേ. എന്തായാലും പുത്രത്താണിയുടെ ഹൃദയഭാഗത്ത്, പുത്രനാട് ടൗണിൽ താമസിക്കുന്ന ആൾക്കാരാണ് പോലെ ഹൈവേയുടെ എക്സ്പാൻഷൻ വന്നപ്പോൾ കുറച്ച് പോലെ പഴയ തറവാടൊക്കെ പൊളിച്ചു. പുത്രനാടിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന അർഷദിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയത്. എന്തായാലും ഇതുപോലെ നിങ്ങളെ വീടെന്ന സ്വപ്നം ഞങ്ങളെ ഏൽപ്പിക്കൂ, തിരിച്ച് മനോഹരമായിട്ട് ഒരു പാലസ് പോലെ തിരിച്ചേൽപ്പിക്കാം എന്ന് മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.